ജെ ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. ഡിസ്കഷൻസ് തുടരുന്നു. പി ജെ ജോസഫ് അതൃപ്തനാണോ? അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി നൽകി ചർച്ചകൾ തുടരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രനും കിരൺ ബാബുവും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്താണ് ചർച്ച കഴിഞ്ഞതായി ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. അത്ര സുഖകരമായ ഒരു മടക്കമല്ല ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അതേസമയം ഒരു മന്ത്രിസ്ഥാനവും മറ്റ് പ്രധാനപ്പെട്ട പദവികൾ എന്തെങ്കിലുമാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനായി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലത്ര തൃപ്തനല്ല അദ്ദേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അടുത്തതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ KPCC ഓഫീസിൽ നിന്ന് VD സതീശനെ കണ്ട ശേഷം ഒന്നുമില്ല. എന്തെങ്കിലും തുടരും, ചർച്ച തുടരും, അത്രേ ഉള്ളൂ. എത്ര മണിക്ക് അങ്ങനെ 4 മണിക്ക് മുമ്പേലും കൊടുക്കണ്ടേ? ചർച്ച തുടരും എന്ന് മാത്രമാണ് ഇപ്പോൾ പി ജോസഫ് മോൻസ് ജോസഫ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 മന്ത്രിസ്ഥാനം എന്ന രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു. ഘടകകക്ഷികൾക്കിടയിൽ അസംതൃപ്തി പരിഹരിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾ തുടരും എന്ന് മാത്രമാണ് നമുക്കൊരു മറുപടി കിട്ടിയിരിക്കുന്നത്. ഇതടക്കം നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചു വേണം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് UDFന്റെ ഒരു കീറാമുട്ടായുള്ളത്. ഏതായാലും 4 മണിയോടുകൂടിയെങ്കിലും ഇപ്പോൾ ഗവർണറെ കാണാനുള്ള ഒരു പദ്ധതി നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് മുൻപ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ലിസ്റ്റ് ഗവർണർ കൈമാറേണ്ടതുണ്ട്. ലീഗിന്റെ ലിസ്റ്റ് ഏതാണ് തയ്യാറായിട്ടുണ്ട്. മറ്റു ഘടകകക്ഷികളുടെ കാര്യത്തിൽ അത്തരം പ്രശ്നങ്ങളില്ല. ഉടക്കി നിൽക്കുന്നത് മാണി സി കാപ്പനാണ്. പി ജെ ജോസഫിന്റെ മുഖം അത് അതൃപ്തിയുടെ തന്നെയാണ്. അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു പോകുന്നു. അതൃപ്തി ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ വ്യക്തമാക്കുന്നു. മോൻസ് ജോസഫും രഞ്ജിത്ത് ഒന്നും ചോദിച്ചപ്പോൾ പറയുന്നില്ല. ചർച്ചകൾ തുടരും എന്ന് പറയുന്നു. ഇനി ഒരു 1.5 മണിക്കൂർ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം, ഈ ലിസ്റ്റ് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തിലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഈ ചർച്ചകൾ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പി ജെ ജോസഫ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 2 മന്ത്രിസ്ഥാനം എന്ന നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചനകളാണോ നൽകുന്നത്? തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും കരുതേണ്ടത്. ഒട്ടും തൃപ്തനായല്ല ജോസഫിന്റെ മടക്കമുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കാൻ മടിക്കുന്ന ഒരു നേതാവല്ല. പക്ഷേ സംസാരിക്കാൻ പോലും തയ്യാറല്ലാതെ നമ്മൾ സംസാരിച്ചത് ആകെ മോൻസ് മാത്രമാണ്. തുടരും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഗവർണർക്ക് ലിസ്റ്റ് കൈമാറണം. സ്വാഭാവികമായും ഘടകകക്ഷി മന്ത്രിമാരുടെ ലിസ്റ്റുകൾ കൂടി ലഭിച്ചാൽ മാത്രമാണ് സതീശന് ലോക്ഭവനിലേക്ക് പോകാൻ സാധിക്കുക. അത് ലഭ്യമാക്കുക എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഇപ്പോൾ KPCC ഓഫീസ് സതീശനും അടക്കമുള്ളത്. അദ്ദേഹം തൊട്ട് അകത്തുള്ള KPCC ഓഫീസിൽ ചർച്ചകൾക്കായി ഇപ്പോൾ സജീവമായി തന്നെ ഉണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തത വന്നിട്ടില്ല. മാണി സി കാപ്പന്റെ ടേം വ്യവസ്ഥയിൽ സമ്മതം അറിയിക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇനിയിപ്പോൾ ഫോണിൽ മാത്രമുള്ള കൂടിയാലോചനകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ സീറ്റ് തർക്കം അത് പലതരത്തിൽ തുടരുമ്പോൾ ഇതിനിടയിലാണ് മന്ത്രിസ്ഥാന തർക്കം തുടരുമ്പോൾ ഇതിനിടയിലാണ് ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം ഉണ്ടാകുന്നതാണ്. ഏറ്റവും ആദ്യം പൂർത്തിയാക്കേണ്ടത് ഘടകകക്ഷികളുമായുള്ള സീറ്റ് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കായിരുന്നു ആദ്യം എത്തേണ്ടത്. പക്ഷേ ആ തീരുമാനം പോലും വഴിമുട്ടി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പി ജെ ജോസഫ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 8-ൽ 7 സീറ്റും ജയിച്ചു വന്നവരാണ്. പക്ഷേ 2 മന്ത്രിസ്ഥാനം എന്ന അവകാശവാദം അവർ ഉന്നയിക്കുമ്പോൾ അതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നീക്കമില്ല എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.